97-ാം ഓസ്കാർ നോമിനേഷനിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടി എമിലിയ പെരസ്, വിക്കറ്റ്, ട്യൂൺ 2, ഗ്ലാഡിയേറ്റർ 2 തുടങ്ങിയ ചിത്രങ്ങൾ. അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് 10 വിഭാഗങ്ങളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചത്. 2025-ലെ ഓസ്കാർ പുരസ്കാരദാനം മാർച്ച് 2-ന് നടക്കും. ഹോസ്റ്റ് കോനൻ ഒബ്രയനാണ് അതിന് വേദിയാകുന്നത്. ജനുവരി 8-ാം തീയതി ആരംഭിക്കുന്ന ഓസ്കാർ നോമിനേഷൻ ജനുവരി 12-ാം തീയതി അവസാനിക്കും. നാമനിർദ്ദേശങ്ങൾ ജനുവരി 17-ന് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. മേക്കപ്പ്, ശബ്ദം, ഒറിജിനൽ സ്കോർ, ഇന്റർനാഷണൽ ഫീച്ചർ, ഒറിജിനൽ സോങ് തുടങ്ങി ആകെ 6 വിഭാഗങ്ങളിലേക്കാണ് എമിലിയ പെരസ് നാമനിർദ്ദേശം നേടിയത്. സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഫ്രഞ്ച് മ്യൂസിക്കൽ ക്രൈം കോമഡി ചിത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. ചിത്രത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ജാക്വസ് ഓഡിയാർഡാണ്. സൂയി സൽഡാന, കാർല സോഫിയ, സെലീന ഗോമസ്, അഡ്രിയാന പാസ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ പിക്ചേഴ്സ് ഒരുക്കിയ വിക്കറ്റ് 4 ഭാഗങ്ങളിലേക്ക് നാമനിർദ്ദേശം നേടി. ജോൺ എം ചൂ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്റ്റീഫൻ ഷ്വാർട്സ് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന ചിത്രം ഒരു അമേരിക്കൻ മ്യൂസിക്കൽ ഫാന്റസി ചിത്രമാണ്. 2024-ലെ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഡ്യൂൺ 2. ചിത്രത്തിന്റെ സംവിധായകനായ ഡെനിസ് വില്ലന്യൂവും ജോൺ സ്പിറ്റസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. 1965-ൽ ഫ്രാങ്ക് ഹെർബർട്ട് എഴുതിയ ഡ്യൂൺ എന്ന 2 ഭാഗങ്ങളുള്ള നോവലിന്റെ 2ാമത്തെ ഭാഗത്തിന്റെ അഡാപ്റ്റേഷനാണ് ഡ്യൂൺ 2. 2024-ൽ പുറത്തിറങ്ങിയ റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പറയുന്ന ഒരു ഇതിഹാസ ചിത്രമാണ് ഗ്ലാഡിയേറ്റർ 2. റിഡ്ലി സ്കോട്ടൻ ചിത്രത്തിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നു. പോൾ മെസ്കൽ, പെട്രോ പാസ്കൽ, ജോസഫ് ക്വീൻ, ഫ്രെഡ് ഹെജിങ്കൽ, ലിയാർ റാസ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇരട്ട ചക്രവർത്തിമാരായ ഗെറ്റയെയും കരക്കല്ലിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മുന്നടിമ മാക്രിനസ്, അയാളുടെ ഗ്ലാഡിയേറ്ററായി പോരാടുന്ന ലൂയിസസ്. ചിത്രത്തിലെ യുദ്ധത്തടവുകാരനായി ലൂയിസസിനെ അവതരിപ്പിക്കുന്നത് മെസ്കലാണ്. ഈ സിനിമയുടെ ആദ്യ ഭാഗം 2000-ൽ പുറത്തിറങ്ങിയിരുന്നു. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ഫീച്ചർ, ഡോക്യുമെൻ്ററി ഷോർട്ട്, അന്തർദേശീയ ഫീച്ചർ, ലൈവ് ആക്ഷൻ ഷോർട്ട്, മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, ഒറിജിനൽ സ്കോർ, ഒറിജിനൽ സോങ്, സൗണ്ട്, വിഷ്വൽ എഫക്ട്സ് വിഭാഗങ്ങളിലേക്കാണ് നിലവിൽ പ്രാഥമിക വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. 2024-ൽ സ്റ്റുഡന്റ് അക്കാദമി അവാർഡ് നേടിയ 5 ചലച്ചിത്രങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്യുമെൻ്ററി ഷോർട്ട് വിഭാഗത്തിലുള്ള കീപ്പർ, ആനിമേറ്റഡ് ഷോർട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഓ റിവോയർ മോൺ മോണ്ട്, ഒറിഗാമി എന്നിവ, ലൈവ് ആക്ഷൻ ഷോർട്ടിൽ ഉൾപ്പെടുന്ന ദി കമ്പാട്രിയറ്റ് ക്രസ്റ്റ് എന്നിവയാണവ. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളിൽ നാമനിർദ്ദേശങ്ങൾ ഇപ്പോഴും നിർണ്ണയിക്കാനുണ്ട്. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിൻ്റെ പട്ടികയിലേക്ക് ആശ്ചര്യങ്ങൾക്കിടയിൽ അലക്സിസ് ബ്ലൂമിൻ്റെ ദി ബി ഫയൽസ് ഉൾപ്പെടുത്തി. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അഴിമതി കേസുകളെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്ന ഡോക്യുമെൻ്ററിയാണ്. സംഗീതജ്ഞൻ ബ്രയൻ എനോയെക്കുറിച്ചുള്ള ജനറേറ്റീവ് ഡോക്യുമെൻ്ററിയായ എനോയും പട്ടികയിൽ ഉൾപ്പെടുന്നു. ഗാരി ഹസ്രിറ്റാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ പട്ടികയിലേക്ക് ഇടം പിടിക്കാതെ പോയ ചിത്രങ്ങളുടെ പട്ടികയിൽ HBO-യുടെ ദി കമാൻഡൻസ് ഷാഡോ, മഗ്നോലിയയുടെ ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, ടുഗദർ ഫിലിംസിന്റെ മെദിഹ എന്നിവയുമുണ്ട്. പ്രതീക്ഷിക്കാനാവാത്തതെങ്കിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, മോർഗൻ ഡെവിൻ സംവിധാനം ചെയ്ത പീസ് ബൈ പീസ് ഫറൽ വില്യംസിന്റെ ജീവിതത്തെ ലോഗോ ആനിമേഷൻ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ ഡോക്യുമെൻ്ററി ആയിരുന്നിട്ടും പട്ടികയിൽ കാണപ്പെട്ടില്ല. 169 ഡോക്യുമെൻ്ററികളിൽ നിന്ന് 15 ചിത്രങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ നിന്നും 5 ചിത്രങ്ങൾ നാമനിർദ്ദേശങ്ങൾക്ക് തിരഞ്ഞെടുക്കും.